friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ കുക്കിങ്ങിന്റെ ഒക്കെ വിശേഷങ്ങൾ അവിടെ ഇരിക്കട്ടെ. അതിനു മുമ്പ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു 3ാം വേവ് വരാൻ പോകുന്നു എന്നൊക്കെ വിശേഷങ്ങൾ കേൾക്കുന്നുണ്ട്. എല്ലാവരും സാമൂഹിക അകലം പാലിക്കുക. നമ്മുടെ ജീവൻ നമുക്ക് പ്രിയപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഗവൺമെന്റ് പറയുന്ന അതെല്ലാ റെസ്ട്രിക്ഷൻസും നിയമങ്ങളും പാലിച്ച് നമ്മുടെ ജീവന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അതെല്ലാം നമ്മൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരും സേഫ് ആയിരിക്കുക, സന്തോഷമായിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. മട്ടൺ സ്റ്റൂ ഉണ്ടാക്കിയതിന്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് ഇടാം, എല്ലാവരും കാണണം. അതുപോലെ തന്നെ ഞാനിവിടെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അധികം മസാലകളൊന്നും ഇല്ലാതെ വളരെ ചെറിയ ഇൻഗ്രീഡിയൻസിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ സ്റ്റൂവിൻ്റെ മസാല തയ്യാറാക്കാം. അധികം മസാലയൊന്നും ഇല്ല കേട്ടോ, വളരെ കുറവ് മസാലയാണ്. സ്റ്റൂ ഒക്കെ വെക്കുമ്പോൾ എപ്പോഴും അറിയാമല്ലോ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേരുന്നില്ല. അപ്പോൾ സവാളയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തു, പിന്നെ ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രം വെക്കുക. 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണേ. മൂന്ന് ഏലക്ക, കറിയാമ്പൂ ഒരു 3-4 പട്ട ഒരു വലിയ കഷ്ണം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഗരം മസാല മുഴുവനായിട്ടുള്ളതിന് കേട്ടോ, അതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തു. ഒരു 8 പച്ചമുളകും സവാള ഒരു 3 ഇടത്തരം, ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം, സവാളയൊന്ന് വഴങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റായിട്ട് ഒരിക്കലും ചേർക്കരുത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർന്ന് നല്ല പോലെ പച്ചമണമൊക്കെ മാറി വഴങ്ങി വരട്ടെ. ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്തു വെച്ചത് പറയുന്നില്ല. കുക്ക് ചെയ്യുന്ന സമയത്തെല്ലാം അളവ് പറഞ്ഞാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും പരിചയപ്പെടുത്താതിരുന്നത്. ചിക്കൻ 1.5 കിലോ അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു തണ്ട് കരിവേപ്പില നമുക്കിട്ട് കൊടുക്കാം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണിത്. കണ്ടോ, എല്ലാം നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി, ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കിയില്ല എങ്കിൽ കൂടിയും ഇടത്തരം കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. വിനാഗിരിയും ഉപ്പും ചേർത്ത് നല്ലപോലെ കഴുകി. ഇപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം വാടി വന്നിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർത്തില്ല കേട്ടോ. നമ്മുടെ ചാനലിൽ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കിയതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൂടെ ഇവിടെ കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. ചിക്കൻ സ്റ്റൂവും മട്ടൺ സ്റ്റൂവും എപ്പോഴും വളരെ ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബ്രെഡും സ്റ്റൂവുമാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ല വെളുത്ത കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായി ഒന്ന് വേവ് കയറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ക്യാരറ്റും കിഴങ്ങും ഉരുളൻകിഴങ്ങും നന്നാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കിഴങ്ങും ഒരു ക്യാരറ്റുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഈ ലിഡ് വെച്ച് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. വെന്ത് വരുന്നുണ്ട്. നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങ ചിരവിയിട്ടുള്ള പാലാണെങ്കിൽ 2ാം പാൽ ആദ്യം ഒഴിക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്ത് കറി അടുപ്പത്തുനിന്ന് വാങ്ങുന്നതിന് മുമ്പായിട്ടാണ് 1ാം പാൽ ഒഴിക്കുക. അതായത് ഒട്ടും വെള്ളം ചേർക്കാതെയുള്ള പ്യൂർ
കോക്കനട്ട് മിൽക്ക്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ട് ഞാനത് നല്ല പോലെ ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്തു. അങ്ങനെ ഞാൻ 2ാം പാല് തയ്യാറാക്കി. കണ്ടോ, 2ാം പാല്. ഇതാണ് നമ്മൾ ആദ്യം ഒഴിക്കുന്നത്, അധികം കൊഴുപ്പില്ലാത്ത പാല്. ഇതിൽ കിടന്നൊരു 10 മിനിറ്റ് കൂടെ നമ്മുടെ ചിക്കൻ വെന്ത് വരേണ്ടതുണ്ട്. അതിനുശേഷം നല്ല പോലെ വെന്ത ശേഷമാണ് ഇനി നമ്മൾ 1ാം പാല് ഒഴിക്കുള്ളൂ. 1ാം പാലിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളത്തിൽ 2.5 ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2ാം പാലിലിരുന്നിട്ട് നമ്മുടെ ചിക്കൻ ഒന്നുകൂടെ നല്ല പോലെ വെന്ത് വരട്ടെ. അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കാം. 2ാം പാലിലാണ് നമ്മളിത് നല്ലപോലെ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1ാം പാലൊന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ച് ഉരുളൻകിഴങ്ങെല്ലാം കൂടി ഒന്ന് ഉടച്ചെടുക്കണം. നമ്മളിവിടെ ഒരു വലിയ ഉരുളൻകിഴങ്ങാണല്ലോ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ പകുതിയോളം നല്ലപോലെ വെന്തത് എടുത്തിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം. എല്ലാം നന്നായി വെന്തിട്ടുണ്ട്, എങ്കിലും ഒരു 4-5 കഷ്ണം എടുത്തിട്ട് ഉടച്ചു കൊടുക്കാം. അതൊരു കൊഴുപ്പിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഉടയ്ക്കാൻ എടുക്കട്ടെ. ഇതുപോലൊരു ബൗളിലേക്ക് ഉരുളൻകിഴങ്ങ് പീസുകൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഉടച്ചെടുക്കാം. ഇത് നമുക്ക് ഉടച്ചു കൊടുക്കാം. കണ്ടോ, നല്ല പോലെ ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. കാരണം അത്രയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉടച്ചെടുത്ത കിഴങ്ങ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കണം. 1ാം പാല് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് മിൽക്ക് പൗഡറിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളത്തിൽ 2.5 ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് മിക്സ് ചെയ്തു. ചെറു ചൂടുള്ള വെള്ളമാണെങ്കിൽ കട്ട കെട്ടാതെ നമുക്ക് നല്ലപോലെ മിക്സായി കിട്ടും. അപ്പോൾ കൊഴുപ്പുള്ള ഈ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. തീ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. ചെറു തീയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. കണ്ടോ, നല്ല കൊഴുത്ത് വന്നിരിക്കുന്നത്. 1ാം പാലിൽ നമ്മൾ ഒട്ടും വെള്ളം അധികം ചേർക്കാതെയാണല്ലോ എടുക്കുന്നത്. സാധാരണ തേങ്ങ പിഴിഞ്ഞിട്ടുള്ള പാലാണെങ്കിൽ തന്നെ നമ്മൾ അധികം വെള്ളം ചേർക്കാതെ എടുക്കുന്നത്. കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കുന്ന സമയത്താണെങ്കിലും അധികം വെള്ളം ചേർക്കില്ല. 1/2 കപ്പ് വെള്ളത്തിൽ കൂടുതൽ കണ്ടന്റ് ഇടും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ തന്നെ കൊഴുപ്പ് നന്നായി കിട്ടി. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് ചതച്ചത്, ക്രഷ്ഡ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കാം. അതൊക്കെ മിക്സ് ചെയ്ത് ചേർക്കാം. പച്ചമുളകിൻ്റെ എരിവും കുരുമുളക് പൊടിയുടെ എരിവും മാത്രമാണ് നമുക്കിതിലൊരു സ്പൈസി ആയിട്ട് ഉള്ളത്. അധികം മുളക് പൊടിയോ അങ്ങനെയുള്ള ഒന്നും നമ്മളിതിലേക്ക് ചേർക്കില്ല. ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഗരം മസാലപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഉപ്പിൻ്റെ അളവൊന്ന് നോക്കിയേക്കാം. ചെറിയൊരു മധുരമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്കിൽ കൂടിയും ഉപ്പിൻ്റെ അളവൊന്ന് നോക്കിയിട്ട് പാകം ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്ക്, ചാറെല്ലാം കുറുകി നല്ല പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയ ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പിൻ്റെ അളവുണ്ട്, നമുക്കത് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം കറി തിളക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ചെറുതായി ഒന്ന് നൊര വരുന്നുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം.
അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ചിക്കൻ സ്റ്റൂ. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബ്രെഡിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം, പിന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, വെള്ളയപ്പത്തിൻ്റെ കൂടെയാണ് എപ്പോഴും സ്റ്റൂ വളരെ നല്ല കോമ്പിനേഷൻ, ബ്രെഡും. അപ്പോൾ ഇന്ന് ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ചിക്കൻ സ്റ്റൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്ന മെത്തേഡ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ലൈറ്റ് ആയ ഒരു കറി. പുതുതായിട്ട് കുക്കിംഗ് ഒക്കെ തുടങ്ങി വരുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് നമ്മളത് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അഭിപ്രായം പറയണം, ഉണ്ടാക്കി നോക്കിയിട്ട് സ്വാദിഷ്ടമാണെങ്കിൽ ആ ഒരു അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ സന്തോഷം കമൻറ്റിലൂടെ അറിയിക്കുമ്പോൾ അത് വായിക്കുന്ന ഒരു സന്തോഷം എനിക്കും ഉണ്ട്. തീർച്ചയായിട്ടും മുന്നോട്ട് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.